ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മൾ അവസാന സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും ഒക്കെയാണ് ചന്ദ്ര ഉള്ളത്. വേറെ ഒന്നുമല്ല, ഒരു കട ഉദ്ഘാടനം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പവറൊക്കെ ആണല്ലോ. അപ്പം അതും തൻ്റെ മരുമകളായിട്ട് വരാൻ പോകുന്ന പെൺകുട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കട. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചന്ദ്രയ്ക്കാണ്. അങ്ങനെ ചന്ദ്രനെ കൊണ്ട് ആ ഒരു റിബൺ കട്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ റിബൺ കട്ട് ചെയ്തു. റിബൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു, അമ്മ തന്നെ ആദ്യം കയറി വാ, വലതുകാല് വെച്ച് കയറി വാ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ വലതുകാല് വെച്ച് കയറി ചെന്നിട്ട് മോൾക്ക് നോക്കിക്കോ, എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. മോള് ഈ ഒരു കട മാത്രമല്ല, ഇനിയിപ്പം വേറെ കുറേ ബ്യൂട്ടി പാർലറുകൾ ഈ ഒരു ബ്രാഞ്ച്, അടുത്ത ബ്രാഞ്ചൊക്കെ ആയിട്ട് തുറക്കാനുള്ള അനുഗ്രഹം മോക്ക് ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അനുഗ്രഹിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ഇനിയിപ്പം നമുക്ക് കടയുടെ പേരറിയണ്ടേ, അപ്പം അത് ഓപ്പൺ ചെയ്യണ്ടേ. ഏതായാലും ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു കർട്ടൻ അതിങ്ങ് വലിച്ചു നീക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ആരുടെ പേരാണെന്നൊന്നും അറിയില്ലല്ലോ, ആരുടെ പേരായിരിക്കാം നമ്മുടെ ശ്രുതി ഇടുന്നത്. ശ്രുതി ഇപ്പം ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ പേരാണോ അതിനകത്തുള്ളത്? ഏതായാലും ചന്ദ്ര മുന്നോട്ടേക്ക് വന്നു. മുന്നോട്ടേക്ക് വന്നിട്ട് പതുക്കെ ആ ഒരു കർട്ടൻ പോലത്തെ ആ ഒരു പേര്, നെയിം ബോർഡ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നീക്കിയപ്പോഴത്തേക്കും ചന്ദ്ര എന്ന ആ ഒരു പേര്, ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പേര് വണ്ടറടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര മാത്രമല്ല, ശ്രുതിക്കും വണ്ടറടിക്കാൻ വേറൊന്നും വേണ്ടല്ലോ, സ്വന്തം അമ്മയുടെ പേരാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മുടെ ഭാമ തൊട്ടടുത്ത് നിന്ന് വായിക്കുന്നുണ്ട് കേട്ടോ, ചന്ദ്ര ബ്യൂട്ടി വേൾഡ്, ഇത് ആരുടെ പേരാണിപ്പം, ഇതിപ്പോൾ ചന്ദ്രയുടെ പേരാണല്ലോ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനും വായിച്ചു ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്ന്. നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം ചന്ദ്ര ചോദിച്ചു, അല്ല മോളുടെ അമ്മയുടെ പേരും മറ്റും ചന്ദ്ര എന്ന് വല്ലതും ആണോ എന്നിങ്ങനെ ചോദിച്ചപ്പം, ഹേയ് എൻ്റെ അമ്മയുടെ പേര് ചന്ദ്ര എന്നൊന്നുമല്ല, പക്ഷേ എൻ്റെ അമ്മയാകാൻ പോകുന്ന എൻ്റെ അമ്മയല്ലേ ഈ നിൽക്കുന്നത്, ഈ അമ്മയുടെ പേര് ചന്ദ്ര എന്നല്ലേ, അപ്പം പിന്നെ ഈ പേര് തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്താ പ്രശ്നമുണ്ടോ അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ മോളെ ഒരു പ്രശ്നവുമില്ല, എങ്കിലും എന്തോ എനിക്കെൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് എൻ്റെ പേരൊക്കെ എൻ്റെ മോൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ തുടങ്ങാൻ പോകുന്ന ആ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് ചന്ദ്ര എന്ന് പേരിടും എന്നൊക്കെ. അപ്പോഴും ഞാൻ ഇത്രയ്ക്കും അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് മോളി പേരിട്ടപ്പം മോളിൻ്റെ മരുമോളല്ല, നീ എൻ്റെ മകളായിട്ട് വരേണ്ടവളായിരുന്നു, നീ എൻ്റെ വയറ്റിൽ ജനിക്കേണ്ടവളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ അങ്ങോട്ട് എടുത്ത് പൊക്കുകയാണ്. ഏതായാലും ശ്രുതി പറഞ്ഞു, സാരമില്ലമ്മേ, ഏതായാലും അമ്മയുടെ ആ ഒരു ഇതും കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ കാരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പേടിച്ചു പോയിട്ടോ. ചന്ദ്ര പെട്ടെന്ന് പേടിച്ചിട്ട്, അതെന്താ മോളെ, ഞാനാണല്ലോ അല്ലേ ഈ ഐഡിയ പറഞ്ഞു തന്നത്, അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെ അമ്മയല്ലേ ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്. ഏതായാലും അമ്മ ഇവിടെ നിൽക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഇതിനിടയിലായിട്ട് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പം കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞില്ലേ, ഞാനെന്നാൽ ഇനി പൊക്കോട്ടെ, ഒരുപാട് നന്ദിയുണ്ട്, ഏതായാലും ഇത്രയൊക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. സന്തോഷത്തിലുപരി എനിക്കിപ്പം എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്, എൻ്റെ അമ്മയുടെ പേര് തന്നെ ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോൾ എന്താ, അത് സ്വാഭാവികമായിട്ടും എനിക്കിപ്പോൾ എൻ്റെ അമ്മയുടെ ആ ഒരു സ്ഥാനത്ത് ഞാൻ കാണുന്നത് ശ്രുതിയുടെ അമ്മേനെയാണ്, അതുകൊണ്ടാണല്ലോ പേരിട്ടത്. എങ്കിലും ഞാൻ കരുതി ഇനിയിപ്പോൾ എൻ്റെ പേര് വല്ലതും ആണോന്ന്. അതിന് എൻ്റെ പേര് കഴിഞ്ഞ് ചേർക്കാനുള്ള പേരല്ലേ ശ്രുതിയുടെ പേര്, അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ശ്രുതി ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ അമ്മ, അപ്പം അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ ഇല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഏതായാലും ഞാനിനി പോകുക എന്ന് പറയുമ്പം പെട്ടെന്ന് ചന്ദ്ര ചോദിക്കുക, അതെന്താ മോനെ പെട്ടെന്ന് പോകുന്നത്, ഇന്ന് ഉദ്ഘാടനം ചെയ്ത ദിവസമല്ലേ, കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, പോട്ടെ ഇന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത ദിവസമല്ലേ, നമ്മുടെ ശ്രുതിക്കൊരു ജോലി കിട്ടി കേട്ടോ. അപ്പോൾ അതിന് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് താമസിക്കൊന്നും വേണ്ട, പഞ്ച്വാലിറ്റി അത് വേണമല്ലോ,
ഇതിപ്പോൾ ഏത് സ്ഥാപനത്തിനാണെങ്കിലും അത് വേണം. അതുകൊണ്ട് ആദ്യത്തെ ദിവസം അല്ലേ സുധി പൊക്കോളാൻ പറഞ്ഞ് സുധീനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ലെന്നല്ല, ഓവറായിട്ട് അങ്ങ് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന കാണുമ്പം ബുദ്ധിയുള്ള ആരാണെങ്കിലും ചിന്തിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല ചന്ദ്രേ, എനിക്കിത് കണ്ടിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അല്ല, ഇപ്പം നീ ഒരു സ്ഥാപനം തുടങ്ങിയ പോലെയാണല്ലോ, നീ പൈസ മുടക്കി ഒരു സ്ഥാപനം തുടങ്ങിയ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. ഭാമ അടുത്ത് ഇപ്പോൾ ഭാമേനെ ഒന്ന് നോക്കിയിട്ട് പേടിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഹേയ്, അതല്ല, ഇത്രയ്ക്കും നിനക്ക് റെസ്പെക്റ്റ് തരികയും ഇതിപ്പോൾ ഓവറാണെന്നാ എനിക്ക് തോന്നുന്നു പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. എനിക്ക് എവിടെ നിന്നാ പൈസ? ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാൻ വേണ്ടി എനിക്ക് പൈസ കൊടുക്കാൻ വല്ലതും ഉണ്ടോ? എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. പിന്നെ അവൾക്ക് എന്നോടുള്ള സ്നേഹം, അവളെ എൻ്റെ മരുമകളാകാൻ പോകുന്ന പെണ്ണാ, ഞാൻ തിരഞ്ഞെടുത്ത പെണ്ണാ എൻ്റെ മകന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നോട് ആ ഒരു സ്നേഹമുണ്ട്, അതുകൊണ്ട് അവൾ ഈ പേരൊക്കെ ഇട്ടത്, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഭാമയും പറഞ്ഞു, രവിയേട്ട, വേറൊന്നും അല്ല, ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി, അവളെ എനിക്ക് ഒത്തിരി കാലമായിട്ട് അറിയാവുന്നതാ, നല്ല പെൺകുട്ടിയാ, അവൾക്ക് അമ്മയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആ ഒരു സ്ഥാനത്താണല്ലോ ചന്ദ്രനെ ഇപ്പം കാണുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ആ പേരിട്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയം മാറ്റിവിടുകയാണ്. അപ്പോൾ ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ശ്രുതി വന്നിട്ട് പറയുകയാണ്, ഏതായാലും ആദ്യത്തെ മേക്ക് ഓവർ അത് അമ്മേനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഐശ്വര്യമായിട്ട് എൻ്റെ അമ്മേനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അത് വേണോ മോളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് വേണം, അമ്മ ഓൾറെഡി സുന്ദരിയൊക്കെയാണ്, എങ്കിലും ഈ മുഖം ഒന്നും കൂടെ ഞാനൊരു 10-15 വയസ്സ് കുറവാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ, നിങ്ങളിവിടെ നിന്നോളാൻ പറയുമ്പോൾ രവീന്ദ്രനോട് ശ്രുതി പറഞ്ഞു, അയ്യോ അങ്ങനെ പോകരുത്, ഒരാൾ അഭിപ്രായം പറയുന്നത് വേണ്ട, പുറത്തുനിന്ന് ഒരാൾ അഭിപ്രായം പറയണമല്ലോ, അപ്പം എൻ്റെ മേക്കപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് അച്ഛൻ വേണം അഭിപ്രായം പറയാൻ, കൊണ്ട് അച്ഛൻ ഇപ്പം പോകരുതെന്ന് പറഞ്ഞു. അച്ഛൻ നല്ല സോറി അങ്കിളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്കിൾ ഇപ്പം പോകരുതെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ടേക്ക് കയറ്റിയിട്ട് അങ്ങോട്ട് മേക്കപ്പും തുടങ്ങിയില്ലേ. മേക്കപ്പൊക്കെ ചെയ്ത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കുന്നു. ഒരു 10-20 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക്. ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, ഞാൻ സത്യമായിട്ടും. ഏതായാലും ചന്ദ്രനെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് എന്താണെന്ന് അറിയില്ല, കണ്ണാടി നോക്കിയപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഒരു അതിശയം, ഇത് ഞാൻ തന്നെയാണോ എന്ന്. അങ്ങനെ ഹൈ ഹീലിൻ്റെ ചെരുപ്പൊക്കെ ഇടിയിപ്പിച്ച് സാരിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഉടുത്ത് നമ്മുടെ രവീന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. എന്തോ ഒരു പ്രതിഷ്ഠയ്ക്ക് നിർത്തുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പം അങ്ങനെ നിർത്തുകയാണ്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ചന്ദ്ര എവിടെയെന്ന് ചോദിച്ചു നമ്മുടെ രവീന്ദ്രൻ. കാരണം രവീന്ദ്രന് അറിയാം ചന്ദ്രയാണെന്ന്, എങ്കിലും ആക്കി ഒരു ചോദ്യം ചോദിച്ചു. അപ്പോഴത്തേക്കും ഇതാ ചന്ദ്ര എന്ന് പറഞ്ഞു. ഇതോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രയല്ല രവീന്ദ്രൻ അതിശയത്തോടു കൂടി രവീന്ദ്രനും അങ്ങ് നോക്കുകയാണ്. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, ഏതായാലും നിൽക്ക്, ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനെയൊക്കെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഏതായാലും നമുക്കിതൊരു ഇതാകണമല്ലോ, ഒരു ഓർമ്മയാകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞൊരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചന്ദ്ര പല മോഡലിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നു, ഫോട്ടോയൊക്കെ എടുക്കുന്നു. ഈ ഫോട്ടോ നേരെ അയച്ചു കൊടുക്കുന്നത് ആർക്കാ? നമ്മുടെ രവീന്ദ്രൻ സച്ചി ഇങ്ങനെ ഫോണൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോണ് ബെല്ലടിച്ചു. എന്താ അച്ഛാ വിളിച്ചതെന്ന് ചോദിച്ചു. അതുമോനെ ഞാൻ വിളിച്ചത്, എനിക്ക് മനസ്സിലായി, എന്നെ കാണാതിരിക്കാൻ അച്ഛന് പറ്റത്തില്ലല്ലേ, എങ്കിൽ പിന്നെ ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് രേവതീനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ കയറി വരാം, അവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും, നീ അങ്ങനെ കയറി വരുമൊന്നും വേണ്ട, രേവതീനെ അവിടെ നിർത്തിയിട്ട് അച്ഛമ്മ പറയുന്നത് എന്താണോ നീ അന്ന് വന്നാൽ മതി, ഇപ്പം ഞാൻ വിളിച്ചത് അതിനൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു ഇത് അയച്ചിട്ടുണ്ട്, നീ നോക്കാൻ പറഞ്ഞു ഫോട്ടോസ്. അങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതാരാ, ഒരു പെണ്ണിൻ്റെ ഫോട്ടോ, ഇതുപോലെ സിനിമാ നടിയാണോ അച്ഛാന്ന് ചോദിച്ചു. അല്ല, നീ ഒന്ന് നോക്ക്. എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അച്ഛന് പുതിയ ലൈൻ സെറ്റായെന്ന്. ഒന്ന് പോകുന്നുണ്ടോടാ, അച്ഛനോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ നിൻ്റെ അമ്മയാടാ അത്. അമ്മയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അമ്മയാണല്ലേ, ഇതെന്ത് പറ്റി, ഇതെന്താ എവിടെയെങ്കിലും കോലം കെട്ടാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതൊന്നുമല്ല, പുതിയ മരുമോള് ബ്യൂട്ടി പാർലർ തുടങ്ങി, അപ്പോൾ ഉദ്ഘാടനം ഏതായാലും ചെയ്തത് ചന്ദ്രേനയാ എന്ന് പറഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്തൊക്കെ കണ്ടാലാ, ബ്യൂട്ടി പാർലർ തുടങ്ങിയല്ലേ, ഇനിയിപ്പോൾ സ്ഥിരം എൻ്റെ അമ്മ അവിടെ ആയിരിക്കും അച്ഛാന്ന് ചോദിച്ചു. അതൊന്നും അറിയില്ലടാ, ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോക്കായിട്ട് തോന്നുന്നു, തമാശയായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അച്ഛൻ ഇപ്പം വെക്കാം, ഞാനിത് കൊണ്ടുപോയി മുത്തശ്ശീനെയൊക്കെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോവുകയാണ് മുത്തശ്ശീനെയൊക്കെ കാണിക്കാൻ. അവർക്ക് മനസ്സിലായില്ല ആരാന്ന്. മുത്തശ്ശി നോക്കിയിട്ട് പറഞ്ഞു, ഇതാരാ, എനിക്ക് ആരാന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ
പാറുക്കുട്ടി അമ്മയെ നോക്കിയിട്ട് ഇതാരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഏതൊരു സിനിമാ നടിയാന്ന് തോന്നുന്നു, ഞാനിപ്പോൾ സിനിമയൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല, ഇത് പുതിയ സിനിമാ നടി വല്ല ആണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ രേവതി പറ, നിനക്ക് എല്ലാം അറിയാമെന്നല്ലോ ഒറ്റ നോട്ടത്തിൽ, എങ്കിൽ പിന്നെ ഇതാരാന്ന് പറയാൻ പറഞ്ഞു. അതിൽ രേവതി കണ്ടുപിടിച്ചു കേട്ടോ. രേവതി പറഞ്ഞു ഇത് അമ്മയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ അച്ഛമ്മ മുത്തശ്ശി ചോദിച്ചു, അമ്മയോ, ഇതെൻ്റെ മരുമകളാണോ, ചന്ദ്രയോ എന്ന് ചോദിച്ചപ്പം ഇത് ചന്ദ്ര തന്നെയാ, പുതിയൊരു മരുമകൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേ, ആ മരുമകളെ പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങി പോലും, അവിടെ പോയി കാണിച്ചു വെച്ചിരിക്കുന്ന കൂത്താ ഇത്. ഇനിയിപ്പോൾ എന്തൊക്കെ കൂത്ത് കാണണം എൻ്റെ ഈശ്വര എന്ന് പറയുമ്പോൾ പാർക്കുട്ടിയമ്മ, അപ്പം പ്രായമായവർ ഇത്ര ചെറുപ്പമൊക്കെ ആക്കാൻ പറ്റുമോ മോനെ, എങ്കിൽ പിന്നെ എനിക്കും ഇപ്പം പാർക്കുട്ടിയമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യണമെന്നാണോ ഈ പറയുന്നത്. പാർക്കുട്ടിയമ്മേനെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് സുന്ദരിയാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഇട്ട് ആ ഒരു സീൻ അങ്ങ് തീരുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധി പുതിയ ഓഫീസിൽ പോയില്ലോ ജോലി ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സുധിക്ക് നേരിടേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ പോയി നമ്മുടെ സുധി എല്ലാ കാര്യത്തിലും അനാവശ്യമായി ഇടപെടുകയും നമ്മുടെ സുധിയുടെ ഐഡിയാസൊക്കെ ഉൾപ്പെടുത്തി വേറെ ആരോടും ചോദിക്കാതെ ഓരോന്നൊക്കെ ചെയ്യുകയും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുകയും അങ്ങനെ അവിടുത്തെ ഓഫീസർ നമ്മുടെ സുധീനെ പുറത്താക്കുകയും ചെയ്യുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ടേ. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ രാത്രി ഇങ്ങനെ കട്ടിലേ കിടന്ന് ഉറക്കം തൂങ്ങുകയാണ്. അപ്പോൾ എന്താടി നീ ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇരുന്നുറങ്ങുക. അപ്പം പറഞ്ഞു, അതെ മേക്കപ്പൊക്കെ ചെയ്തതല്ലേ, ഈ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഉറങ്ങിക്കഴിഞ്ഞാലേ ഈ മേക്കപ്പൊക്കെ പോവില്ലേ, എത്ര രൂപയുടെ മേക്കപ്പാണെന്നറിയാമെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക, ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. നാളെ രാവിലെ 6:30 ആകുമ്പോൾ ഫുൾ വിശേഷമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.